കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആരാധനയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുക. കൃപയാൽ നമുക്ക് ഇന്നത്തെ ദിവസവും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനും ആരാധിക്കുവാനും കൃപ തന്നിരിക്കുന്നു. കർത്താവ് ഇന്ന് വിശേഷാൽ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കർത്താവിൻ്റെ സൈഡിൽ മുട്ടുമുടക്കുന്ന ഒരു അനുഭവം തന്നല്ലോ. ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു ആരാധന എന്ന് പറയുന്നത് ഒരു ഇസ്രായേലിനെ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആരാധനയാണ് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള കാരണം. അങ്ങനെയാണ് ഓരോ ഭക്തന്മാരും തങ്ങളുടെ കാര്യം സാധിച്ചെടുത്തത്. അതുകൊണ്ട് ഒരു ഇസ്രായേലിനെ ഏത് ദിവസത്തെ ആരാധനയാണ് ദൈവം വിടുതലിനായി വച്ചിരിക്കുന്നതെന്ന് അവനറിയില്ല. അത് ദൈവം അറിയും. അതുകൊണ്ട് നമ്മളൊരു ആരാധനയും മുടക്കുന്നില്ല, മുടക്കാൻ പാടില്ല. ആരാധനയ്ക്ക് നമ്മൾ മുട്ടുമടക്കിയേ മതിയാവും, ആരാധിച്ചേ മതിയാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇസ്രായേൽ ജനം പഴയ നിയമ ഇസ്രായേലാണ് പുതിയ നിയമത്തിലെ ദൈവസഭ. അതായത് പുതിയ നിയമസഭ എന്ന് പറയുന്നത് ആത്മീയ ഇസ്രായേൽ തന്നെയാണ്. ഈ ഇസ്രായേലിനൊരു ചരിത്രമുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെ നിലനിൽക്കുന്നു, ഇസ്രായേലായിട്ട് നിലനിൽക്കുന്നതിന് ഒരു ചരിത്രമുണ്ട്. ആ നിലനിൽപ്പിന് അഭിമാനിക്കാവുന്ന ഒരു കൂട്ടം ദൈവഭക്തന്മാരുണ്ട്. അതായത് ഒരു മകൻ അല്ലെങ്കിൽ മക്കള്, ആ മക്കള് ഏത് നിലയിലുള്ള മനുഷ്യനായിരുന്നാലും, മക്കൾ എത്ര സമ്പന്നരായിരുന്നാലും, ബലമുള്ളവരായിരുന്നാലും, ജ്ഞാനമുള്ളവരായിരുന്നാലും, കീർത്തിയുള്ളവരായിരുന്നാലും, അവരുടെ അപ്പനെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ബഹുമാന്യനാണ്. കാരണം ആ അപ്പനാണ് അവരുടെ കാരണം. അതിനും അപ്പുറം അവർക്കൊന്നും പ്രശംസിപ്പാനില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. അപ്പോ മക്കളെന്ന് പറയുന്നതിന് കാരണം പിതാവാണ്. ഇതുപോലെ ഇസ്രായേലിന് പിതാക്കന്മാരുണ്ട്. അവർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളാണ്. ഇസ്രായേലിൽ എത്ര വീരന്മാരുണ്ടെങ്കിലും പരിജ്ഞാനികളുണ്ടെങ്കിലും ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നിങ്ങനെ എത്ര പ്രശസ്തരുണ്ടെങ്കിലും അവരെല്ലാവരും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കീഴടങ്ങി, അല്ലെങ്കിൽ അവരെ ഓർക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരുമാണ്. കാരണം അവരുടെ കാരണം ഇവരാണ്. അതുകൊണ്ട് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും മറന്നിട്ട് ഒരു ജീവിതം ഇവർക്കില്ല.
അത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കനാൻ ദേശത്തു നിന്നും ഇസ്രായേലിലേക്ക് ഇസ്രായേൽ പുറപ്പെടുമ്പോൾ എല്ലാവരും പട്ടിണി കിടന്ന് ചാകണ്ട. ഭൂതലം മുഴുവനും 7 വർഷത്തെ ക്ഷാമം കൊണ്ട് ഇല്ലാതെ പോകേണ്ടതാ. പക്ഷെ ഒരുവൻ എഴുന്നേറ്റു, യോസഫ്. അവൻ ഭൂതലത്തിൽ വരാനിരിക്കുന്ന ക്ഷാമവും തുടർന്നുണ്ടാകുന്ന അനിഷ്ട അനുഭവങ്ങളും എല്ലാം മുൻകൂട്ടി പറഞ്ഞ് പരിഹാരം നിർദ്ദേശിച്ച് ജനത്തെ മുഴുവൻ രക്ഷിച്ചു. അപ്പോൾ ഇന്ന് ഇസ്രായേല് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും മാത്രമല്ല, പിന്നെയോ യോസഫിനെയും ഓർക്കേണ്ടതാകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പൗർണമാസിയിലും അമാവാസിയിലും കാഹളമൂതുവീൻ. ഇസ്രായേൽ മിസ്രയീം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ അത് യോസഫിനൊരു സാക്ഷ്യമായിട്ട് നൽകി. ഇസ്രായേലിൽ അമാവാസിയിലും പൗർണമാസിയിലും കാഹളം ഊതുമ്പോൾ ഓർത്താൽ മതി. ആരെ ഓർക്കണം? എപ്പോൾ യോസഫിനെ ഓർത്ത് ഓർക്കണം. എന്താണെന്നറിയാമോ? നീ കാഹളം ഊതാൻ ഇന്നിവരുണ്ടായതിൻ്റെ കാരണം അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യോസഫാണ്. അടുത്തത് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു. മോശ മുഖാന്തരം വലിയ അത്ഭുതങ്ങളെല്ലാം ചെയ്തു, കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ച് പുറപ്പെട്ടു. അവരുടെ ശാഠ്യവും ദുഷ്പ്രവൃത്തികളും കണ്ട് ഒരിക്കൽ ദൈവം കോപിച്ച് ഈ ജനത്തെ മുഴുവനും ഒടുക്കിക്കളയാൻ പോവാ. മോശയോട് കർത്താവ് പറഞ്ഞു, മോശെ, എന്നെ വിടുക, ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോവാം, ഇനി ഇവരെ സഹിക്കാൻ പറ്റില്ല. മോശ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടല്ലാതെ വിടൂല. നീ ഇവരെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഈ എഴുതിയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞേ. ഈ ചുറ്റുമുള്ള ജാതികൾ മുഴുവൻ ദുഷിക്കാൻ തക്കവണ്ണം നീ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഒടുവിൽ കർത്താവിന് സമ്മതിക്കേണ്ടി വന്നു. കാരണം മോശയ്ക്ക് ലഭിച്ച വിളി എന്താന്ന് ഓർത്തുകൊള്ളണം. അബ്രഹാമിന് ലഭിച്ചതുപോലുള്ള വിളി ഇപ്പം മോശയ്ക്ക് കിട്ടിയേക്കുക. എല്ലാത്തിനും നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷം മോശയുടെ തലമുറയെ ദൈവം വലിയൊരു ജാതിയാക്കി തീർത്ത് അവർക്ക് കനാൻ ദേശം കൊടുക്കാൻ പോവാ. മോശ പറഞ്ഞു വേണ്ടെന്ന്. ഇസ്രായേൽ ജനത്തെ നിർത്തി. കടപ്പാട് ആരോടായി? ഇസ്രായേൽ ജനത്തിന് മുഴുവനും കടപ്പാട് മോശയോടായി. ഇപ്പൊ ആരോടൊക്കെയായി കടപ്പാട്? അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമായി, യോസഫിനോടായി, ഇന്ന് മോശയോടായി. തുടർന്നു പോന്നു. തുടർന്ന് ഓരോ കാലഘട്ടങ്ങളിലും ദൈവസഭയെ, ഇസ്രായേൽ ജനത്തെ ഒടുക്കിക്കളയുവാൻ ദൈവത്തിന്റെ കോപം വന്നപ്പോൾ അന്യജാതികളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം കോപിച്ചിരിക്കുമ്പോൾ ഫിനെഹാസ് എന്ന് പറയുന്ന ഒരാളെടുത്ത് എഴുന്നേറ്റ് ഒരു പ്രവൃത്തി ചെയ്തു. അതോടെ ദൈവത്തിന്റെ കോപം അടങ്ങി. ഇസ്രായേൽ ജനത്തെ ഇന്ന് ഫിനെഹാസ് രക്ഷിച്ചു. ഇപ്പൊ ആരോ ഒരാളോട് കടപ്പാടായി, ഫിനെഹാസിനോട് കടപ്പാടായി. ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പിന്നെ വരുന്നത് ഗിദെയോൻ, ഇബ്താഹ് തുടങ്ങിയ കുറെ പേരുണ്ട്. നാളെ ഇവരെ നിർത്തിയതിന് ശേഷം ദൈവവും വാകെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവരെ നിർത്തിയതിന് ശേഷം ഇസ്രായേൽ ജനമൊക്കെയും അവരിലേക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവരാണ് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണം. ഈ മനുഷ്യരാണ്, ഈ കർത്താവിന്റെ ദാസന്മാരാണ് ഇന്ന് നിങ്ങൾ
ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം എത്ര 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 ധന്യമായി, എത്ര ഭയങ്കരമായിരിക്കും ആ ദിവസം. അതുകൊണ്ടാണ് വചനത്തിൽ അതിലൊരു ഭാഗവാക്കാകാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മനുഷ്യൻ എത്ര ധന്യനായിരിക്കും, എത്ര ധന്യനായിരിക്കും. ഇന്ന് ദൈവത്തിന്റെ സഭ, അതുപോലെ തന്നെ ആത്മീക ഇസ്രായേലാകുന്ന ദൈവത്തിന്റെ സഭ മുമ്പോട്ട് പോവുകയാണ്. അതിദാരുണമായ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസന്മാരിൽ കൂടി കർത്താവ് ഏറ്റവും കഷ്ടമേറിയ കാര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. കർത്താവിന്റെ ദാസന്മാരിൽ കൂടി കർത്താവ് ഇത് ആരംഭിച്ചു. പല ദുർഘടഘട്ടങ്ങളും തരണം ചെയ്തു. ഇന്ന് അതിനേക്കാളെല്ലാം ഉപരി ദൈവത്തിന്റെ സഭ ഇല്ലാതായി പോകത്തക്കവണ്ണമുള്ള ശത്രുവിന്റെ പീഡകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ ഫിനെഹാസിനെ പോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ, യോസേഫിന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവസഭ നിലനിന്നതിന്റെ, ദൈവസഭയെ ദൈവം നിലനിർത്തിയതിന്റെ ഉത്തരവാദിത്വം ഇന്ന് ദൈവത്തിന്റെ ജനത്തിന്, ദൈവത്തിന്റെ ദാസന്മാർക്ക് ലഭിക്കുമെന്നുള്ളത് നാം ഓർത്തുകൊള്ളണം. ഓരോ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഓർത്താൽ അവർ മുഖാന്തരം ദൈവത്തിന്റെ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള നിലനിൽപ്പും അനുഗ്രഹവും വിടുതലും എത്രയെന്ന് നാം പരിശോധിക്കണം. കാരണം അവരാണ് വചനം നമ്മൾ പറയുന്നത്, രൂത്ത് ബോവസിനാൽ ഭവനത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ പറയുകയാണ്, നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലും ആക്കി തീർക്കട്ടെ. കാരണം അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതു. ഇസ്രായേൽ ഗ്രഹം എത്ര വലുതായിരുന്നാലും ലേയെയും റാഹേലിനെയും ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരത് പണിത്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരാളും കൂടെ വന്നിരിക്കുക. ആരാ? രൂത്തും കൂടെ വന്നിരിക്കുക. ഇശായിയും ദാവീദും മക്കളും ശലോമോനും എത്ര ഭയങ്കരന്മാരായിരുന്നാലും രൂത്തിന്റെ സന്തതിയാണ്. ഇസ്രായേൽ ഗ്രഹം പണിതതിൽ ഒരു പങ്ക് അവർക്കുമുണ്ട്. ഇതാ സാക്ഷാൽ ഇസ്രായേൽ ഗ്രഹമായ ദൈവത്തിന്റെ സഭ പണിയാൻ ദൈവത്തിന്റെ ജനത്തിന് കർത്താവ് അവസരം തന്ന് ഇന്ന് നിർത്തിയിരിക്കുകയാണ്. നമുക്കതൊരു പങ്കാകാൻ യോഗ്യത ഉണ്ടായിട്ടല്ല, പിന്നെയോ കൃപയാൽ അതിലൊരു പങ്കുണ്ടാകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നീ ഞങ്ങളെ ഓർക്കണം, ഞങ്ങളെ കാണുമാറാകണം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ദൈവമേ, ഇസ്രായേൽ ജനത്തിൻ്റെ ആരംഭം, ഇസ്രായേൽ ജനത്തിൻ്റെ നിലനിൽപ്പ്, ഇസ്രായേൽ ജനത്തിൻ്റെ ആപത്തിൽ നിന്നുള്ള വിടുതലെടുപ്പ്, ഇസ്രായേൽ ജനത്തിൻ്റെ പട്ടണയിൽ നിന്നുള്ള വിടുതൽ, എല്ലാറ്റിനും വേണ്ടി കർത്താവ് ഉപയോഗിച്ച പാത്രങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് ഉപയോഗിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാക്കി ഈ ജനത്തെ തീർക്കുമാറാണ്. വിടുതലും സാക്ഷ്യവും കർത്താവ് കൽപ്പിച്ചേർക്കും. പൊന്നാമത്തിന് കൊറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീ